പ്രമേഹം ചികിത്സിക്കുമ്പോൾ ഡയബറ്റിസ് അതായത് ഷുഗർ കൺട്രോളിൻ്റെ ടാർജറ്റ് എല്ലാവർക്കും ഒരേ ടാർജറ്റ് എന്നുള്ളത് തീരെ പ്രായോഗികമല്ലാത്തൊരു കാര്യമാണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം പല ആളുകളും ലാബിൽ ഷുഗർ നോക്കിയിട്ട് അതിൻ്റെ സൈഡിൽ നോർമൽ ഷുഗർ അല്ലെങ്കിൽ നോർമൽ HbA1c എന്നുള്ളത് നിങ്ങളുടെ റിപ്പോർട്ടിൻ്റെ സൈഡിലുണ്ടാവും. ഇപ്പോൾ 5.7 6.4 എന്നൊക്കെ. പക്ഷേ ഇങ്ങനെ ഒരു സിംഗിൾ ടാർജറ്റ് വെച്ചിട്ട് എല്ലാ ആളുകളെയും നമുക്ക് അതിന് കണക്കാക്കിയിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റൂല. കാരണം പ്രായമുള്ള ആളുകൾക്ക് വളരെ ടൈറ്റായിട്ടുള്ള ഷുഗർ കൺട്രോൾ ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഒരുപാട് പ്രായം കൂടുതലുള്ള ആളുകളെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ കുറഞ്ഞു പോകാനും തലയടിച്ച് വീഴാനും ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ലിവറിനും കിഡ്നിക്കൊക്കെ അസുഖമുള്ള ആളുകൾക്കും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഷുഗർ കൺട്രോള് ഗുണമില്ല എന്ന് മാത്രമല്ല, അത് ദോഷമാവാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ സിംഗിൾ വാല്യൂസ് അല്ലെങ്കിൽ ജസ്റ്റ് ലാബിലെ റെഫറൻസ് മാത്രം വെച്ചിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള ടാർജറ്റ് എത്രയാണോ അതിന് വേണ്ട മെഡിസിൻസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ മോഡിഫിക്കേഷൻ എന്താണോ എന്ന് നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ടാർജറ്റ് നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ.